നമുക്ക് ആ ഗായകരെയൊക്കെ അന്വേഷിച്ചത്. അപ്പോൾ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് SPBയുടെ ഇത് പാട്ട് വേണം. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ ഞാൻ പാടുന്നു. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞു. லிரிக் இல்லாமல் கூட டூன் கட்ட கண்ணீர் தண்ணி மாறு மாறி இருக்கணும். அதில் எனக்கு கிடைச்ச ஒரு நல்ல சாங் தான் இது. கேளடி கண்மணி பாடகன் சங்கதி இன்னிசை கேட்பதால் நெஞ்சிலோ நிம்மதி. நான் முழுதும் பார்வை நான் எழுதும் ஓர் கதை எனக்கென நானும் கூட. கேளடி கண்மணி பாடகன் சங்கதி. இது எனக்கு ரொம்ப பிடிக்கிற சாங். நீங்களாம் கைத்தட்டி ஆசனம் பண்ணுங்க. நன்றி, வணக்கம். പിന്നെ KG മാർക്കോസ്. KG മാർക്കോസ് ആണ് പുള്ളി റീമിക്സ് ചെയ്ത് കുറച്ച് പാട്ട്. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഈ സാധനം വരണം, നമ്മളെ പിടിക്കണം. അതാണ് പുള്ളിയുടെ സാധനം. മറ്റേത് ഇത് ഇളയ നില, അത് ആ അല്ലയാമ്പൽ കടവിലെന്നരക്കൂ വെള്ളം. ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മുങ്ങാൻ പഠിച്ചു. ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇതെല്ലാം ഞാൻ പഠിച്ചു പോയി. MG ശ്രീകുമാർ. സരിഗമ പതിനിസിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലിന് വേണ്ടി ഞാൻ ആലപിച്ച ഗാനം ആരാലപിച്ചു? ശരിയായ ഉത്തരം പറഞ്ഞാൽ എത്ര രൂപ സമ്മാനം എന്നറിയാലോ. ശരിയല്ല, 10,000 രൂപയുടെ സമ്മാനമാണ് കിട്ടാൻ. തങ്കത്തിങ്കൾ കിളിയായി കൂറുകാം, അരിത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധിയിൽ. തങ്കത്തിങ്കൾ കിളിയായി കൂറുകാം, താരിത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധിയിൽ. പിന്നെ അങ്ങോട്ട് വണ്ട് ഉലഞ്ഞ മലർ പോലെ ഒരൊറ്റ പോക്കാണ്. പിന്നെ പുള്ളി അങ്ങനെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അപ്പോൾ രാജാസാഹിബേ, നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല. ദിവസവും കൊതുക് പെരുകുന്നതല്ല പാട്ടുകാർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒരു പാട്ടൊക്കെ ആന പ്രസവിക്കുന്നവരൊക്കെ പാടിയിട്ട് വേണം ഇനി പിടിച്ചു നിൽക്കാനും. ഇല്ലെങ്കിൽ 10,000 രൂപയിലും കിട്ടത്തില്ല, 10 പൈസ കിട്ടത്തില്ല കേട്ടോ. മിമിക്രിയിലെ കുറെ നമ്പേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് കുറച്ച് കുടുംബവിശേഷങ്ങളിലേക്ക്. അത് ശരി. അപ്പം മിമിക്രി ആക്കാനാണ് വന്നത്. ഞാൻ അപ്പോഴേ തോന്നി മിമിക്രി ഞങ്ങളെ കുടുംബവിശേഷം അന്വേഷിക്കാൻ വന്നിട്ട് മൊത്തം മിമിക്രി കൊണ്ടുപോകത്തോളം എനിക്കറിയാം. പിന്നെ റാണിക്ക് ചേട്ടന്റെ ഈ നമ്പേഴ്സിൽ ഏറ്റവും ഇഷ്ടം ഏതാ? റാണിക്കൊക്കെ അഭിപ്രായമൊന്നുമില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ആദ്യം പറഞ്ഞു, പിന്നല്ലേ ബാക്കി ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു. അങ്ങനെയില്ലേ ചേട്ടനെ ഇഷ്ടമാണോന്ന്? ഏതൊക്കെ സ്റ്റാറുകളുടെ ഇമിറ്റേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു? എല്ലാം ഇഷ്ടപ്പെടാത്തൊന്നും ചെയ്യാറില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മോൾക്കോ? എല്ലാം ഇഷ്ടം. മോനോ? അവന് അഭിപ്രായം കാണും. ഏത് സ്റ്റാറിനെ ഇഷ്ടം അച്ഛൻ ചെയ്യുന്നതില്? ഇന്നസെന്റിനെ ഇഷ്ടം അല്ലേ? അത് ശരി. ഈ ഫോറിൻ ടൂറിനൊക്കെ പോകുമ്പോഴേ കൊണ്ടുപോകും? റാണിയും കൊണ്ടുപോകും. ഇവിടെ പാക്ക് ചെയ്യുന്ന ലഗേജ് ഒക്കെ കൊണ്ടുപോകും. അത് 2 പ്രാവശ്യം
ദിവസം ചാൻസ് കിട്ടി. അപ്പം പാസ്പോർട്ട് കിട്ടിയില്ലായിരുന്നു, അങ്ങനെ അത് പോയി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ പാസ്പോർട്ട് കിട്ടിയപ്പോൾ ഒരു ചാൻസ് പോലും കിട്ടിയില്ല, അങ്ങനെ പോയി കിട്ടി. ചേട്ടാ നമ്മുടെ ഇവിടുത്തെ പോലെയാണോ? അവിടെ ഫോറിൻ ടൂറിന് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാ? അവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ദൂരെ മാറി താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെ എപ്പോഴും വിരുന്നുകാർ വരും, ഭയങ്കര സന്തോഷം. സെയിം ആറ്റിറ്റ്യൂഡ് എനിക്കത് ഇവിടെ മാറി താമസിച്ചപ്പോൾ, എൻ്റെ നാട്ടിൽ നിന്ന് മാറി ഇങ്ങോട്ട് താമസിച്ചപ്പോൾ നമ്മളുടെ ആൾക്കാരൊക്കെ വരുമ്പോഴും നമ്മളെ കാണുമ്പോഴും മലയാളികൾ ഇല്ലാത്തടത്ത് മലയാളികളും, അത് സെലിബ്രിറ്റീസ് കൂടെ വരുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ചില സ്റ്റേറ്റ്സിലൊക്കെ പല വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പം ഹോട്ടലിൽ താമസിച്ചാൽ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. വീടുകളിലാകുമ്പോഴത്തേക്ക് 3 നേരം ഭക്ഷണം കഴിക്കാം. അവരുമായിട്ട് നമുക്ക് സന്തോഷവും കാര്യങ്ങളും എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് ഔട്ടിങ്ങിനൊക്കെ ഇപ്പോൾ അവർ കൊണ്ടുപോകും. പിന്നെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ ഹോട്ടൽ റൂമിൽ താമസിച്ചുകൊണ്ട് ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ആട്ടും ബലം പിടിക്കാറില്ല, ഞങ്ങൾ വീട്ടുകളിൽ താമസിച്ചോളും. കാര്യം ഞങ്ങൾക്ക് തൊണ്ടവേദന വന്നാൽ തന്നെ ഒരു ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് തരാൻ അമ്മച്ചി ഉണ്ടാവും. അവിടെയൊക്കെ ഒരുപാട് പേര് നല്ല സ്നേഹമുള്ള കുടുംബം പോലെ. നമുക്ക് ആ ഒരു ഹോം സിക്നസ് കിടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ എപ്പോഴും അവിടെ എല്ലാ ഫാമിലി അവര് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ചിലരെയൊക്കെ നിങ്ങൾ അനുകരിക്കുമ്പോഴേ, ഇപ്പൊ ചേട്ടൻ തന്നെ സ്റ്റേജിൽ അനുകരിക്കുമ്പോ ചിലർക്കൊക്കെ അത് ചില പ്രശസ്തർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇറിറ്റേഷൻ ആയിട്ട് മാറും. അതെ, ഇറിറ്റേഷനായി മാറും. അപ്പൊ അങ്ങനെ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു? അത് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ എത്ര പേരെ ഞാൻ ചെയ്ത അവരുടെ മുമ്പിൽ തന്നെ സിംഗപ്പൂർ ഷോയ്ക്ക് MG അണ്ണനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് സാജുകുടിയനും ഞാനും പുള്ളിയും കൂടെ നിന്നുകൊണ്ട് ഷോ ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കാര്യം ഞങ്ങൾ രണ്ടും പൊൻവീണ എന്നുള്ള പാട്ട് മാറി തിരിഞ്ഞും പാടി. അപ്പോൾ ആ പാട്ടില് കറക്റ്റ് സൗണ്ട് ഒരേപോലെ ഫീൽ ചെയ്തു. പുള്ളിയും ഷേക്കാൻ്റെ വന്നു, ആൾക്കാരും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം എഴുന്നേറ്റ് നിന്ന് അവര് വളരെ ഇതായിട്ട് ക്ലാപ്പ് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം അതുപോലെ ഇരിക്കുന്നത് SPBയുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്.